ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നവോദയ വിദ്യാലയങ്ങളിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. നോൺ ടീച്ചിങ് സ്റ്റാഫ് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് 1377 ഒഴിവുകളുണ്ട്. 10ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നവോദയ വിദ്യാലയ സമിതി അനധ്യാപക തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ടോട്ടൽ 1377 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. 650 വിദ്യാലയങ്ങളിലും 8 റീജിയണൽ ഓഫീസുകളിലും ഉത്തർപ്രദേശിലെ നോയിഡയിലുള്ള ഹെഡ് ക്വാർട്ടേഴ്സിലുമാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഫീമെയിൽ സ്റ്റാഫ് നഴ്സ്, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഓഡിറ്റ് അസിസ്റ്റന്റ്, ലീഗൽ അസിസ്റ്റന്റ്, ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ, സ്റ്റെനോഗ്രാഫർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, കാറ്ററിംഗ് സൂപ്പർവൈസർ, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, HQR RO കേഡർ, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, JNV കേഡർ, ഇലക്ട്രീഷ്യൻ കം പ്ലംബർ, ലാബ് അറ്റൻഡന്റ്, മെസ് ഹെൽപ്പർ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തുടങ്ങിയ തസ്തികകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. അപ്പോൾ ആദ്യം അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ പോസ്റ്റാണ്. 5 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനത്തിലെ ഭരണ സാമ്പത്തിക കാര്യങ്ങളിലുള്ള 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി 23 മുതൽ 33 വയസ്സ് വരെയാണ്. മാസശമ്പളം ലെവൽ 6ലാണ് വരുന്നത്. 35,400 മുതൽ 1,12,400 രൂപ വരെയാണ് ലഭിക്കുക. അടുത്തത് ഓഡിറ്റ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 12 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BCom ആണ്. കൂടാതെ അക്കൗണ്ടിങ്ങിലുള്ള 3 വർഷത്തെ പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി 18 മുതൽ 30 വയസ്സ് വരെയാണ്. മാസശമ്പളം ലെവൽ 6ലാണ് വരുന്നത്. 35,400 മുതൽ 1,12,400 രൂപ വരെയാണ് ലഭിക്കുക. അടുത്തത് ഫീമെയിൽ സ്റ്റാഫ് നഴ്സ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ടോട്ടൽ 121 ഒഴിവാണ് വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് നഴ്സിംഗിൽ BSc അല്ലെങ്കിൽ BSc നഴ്സിംഗിൽ റെഗുലർ കോഴ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ആണ്. കൂടാതെ ഏതെങ്കിലും സംസ്ഥാന നഴ്സിംഗ് കൗൺസിലിൽ നഴ്സ് അല്ലെങ്കിൽ നഴ്സ്മെഡ് വൈഫൈ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. കൂടാതെ സമാന മേഖലയിലുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി 35 വയസ്സ് വരെയാണ്. മാസശമ്പളം ലെവൽ 7ലാണ് വരുന്നത്. 44,900 മുതൽ 1,42,400 രൂപ വരെയാണ് ലഭിക്കുക. ഹിന്ദി അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിലും ഇംഗ്ലീഷിലുമുള്ള പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. അടുത്തത് ലീഗൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് നിയമബിരുദം ഉണ്ടായിരിക്കണം. കൂടാതെ സർക്കാർ വകുപ്പിൽ നിയമപരമായ കേസുകൾ കൈകാര്യം ചെയ്തതിൻ്റെ 3 വർഷത്തെ പരിചയവും ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷയും അറിഞ്ഞിരിക്കണം. പ്രായപരിധി 23 മുതൽ 35 വയസ്സ് വരെയാണ്. മാസശമ്പളം ലെവൽ 6ലാണ് വരുന്നത്. 35,400 മുതൽ 1,12,400 രൂപ വരെയാണ് ലഭിക്കുക. അടുത്തത് സ്റ്റെനോഗ്രാഫർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 23 ഒഴിവാണ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 12ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഡിക്റ്റേഷൻ 10 MTS at 80 വേർഡ് പെർ മിനിറ്റും ട്രാൻസ്ക്രിപ്ഷൻ 50 MTS ഇംഗ്ലീഷിലും 65 MTS ഹിന്ദിയിലുമാണ്. അത് കമ്പ്യൂട്ടറിലാണ് ഉണ്ടായിരിക്കുക. പ്രായപരിധി 18 മുതൽ 27 വയസ്സ് വരെയാണ്. മാസശമ്പളം ലെവൽ 4ലാണ് വരുന്നത്. 25,500 മുതൽ 81,100 രൂപ വരെയാണ് ലഭിക്കുക. അടുത്തത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, HQR RO കേഡർ ആൻഡ് JNV കേഡർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ടോട്ടൽ 381 ഒഴിവാണ് വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് അംഗീകൃത ബോർഡിൽ നിന്നുള്ള സീനിയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റും കൂടാതെ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗിൽ മിനിറ്റിൽ 30 വാക്ക് അല്ലെങ്കിൽ ഹിന്ദി ടൈപ്പ് റൈറ്റിംഗിൽ മിനിറ്റിൽ 25 വാക്ക് വേഗത ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ CBSE അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡിൽ നിന്ന് സീനിയർ സെക്കൻഡറിയുടെ +2 ലെവൽ പാസ്സായിരിക്കണം. കൂടാതെ സമാന മേഖലയിലുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി 18 മുതൽ 27 വയസ്സ് വരെയാണ്. മാസശമ്പളം ലെവൽ 2ലാണ് വരുന്നത്. 19,900 മുതൽ 63,200 രൂപ വരെയാണ് ലഭിക്കുക. അടുത്തത് ഇലക്ട്രീഷ്യൻ കം പ്ലംബർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 128 ഒഴിവാണ് വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ട്രേഡിലുള്ള IT സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ വയറിംഗ് അല്ലെങ്കിൽ പ്ലംബിങ്ങിലുള്ള കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെയാണ്. മാസശമ്പളം ലെവൽ 2ലാണ്. 19,900 മുതൽ 63,200 രൂപ വരെയാണ് ലഭിക്കുക.
അടുത്തത് ലാബ് അറ്റൻഡന്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 161 ഒഴിവാണ് വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ ലബോറട്ടറി ടെക്നിക്കൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ സയൻസ് സ്ട്രീമോട് കൂടിയ 12ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്രായപരിധി 18 മുതൽ 30 വയസ്സ് വരെയാണ്. മാസശമ്പളം ലെവൽ 1ലാണ് 18,000 മുതൽ 56,900 രൂപ വരെയാണ് ലഭിക്കുക. അടുത്തത് മെസ് ഹെൽപ്പർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 442 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ ഒരു ഗവൺമെൻറ് റെസിഡൻഷ്യൽ ഓർഗനൈസേഷൻ്റെ മെസ് അല്ലെങ്കിൽ സ്കൂൾ മെസ്സിൽ ജോലി ചെയ്തിട്ടുള്ള 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. കൂടാതെ NVS നിർദ്ദേശിക്കുന്ന സ്കിൽ ടെസ്റ്റിലും പാസ്സായിരിക്കണം. പ്രായപരിധി 18 മുതൽ 30 വയസ്സ് വരെയാണ്. മാസശമ്പളം ലെവൽ 1ലാണ് വരുന്നത്. 18,000 മുതൽ 56,900 രൂപ വരെയാണ് ലഭിക്കുക. അടുത്തത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 19 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്രായപരിധി 18 മുതൽ 30 വയസ്സ് വരെയാണ്. മാസശമ്പളം ലെവൽ 1ലാണ് 18,000 മുതൽ 56,900 രൂപ വരെയാണ് ലഭിക്കുക. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവ് ലഭിക്കുന്നതാണ്. ഭിന്നശേഷിക്കാർക്ക് ജനറൽ 10 വർഷവും SC/ST 15 വർഷം, OBC NCL 10 വർഷം എന്നിങ്ങനെയാണ് വയസ്സിളവ് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് പൊതുപരീക്ഷയിലൂടെയാണ് തിരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുക. ഇതിൽ വിജയിച്ചതിന് ശേഷം അഭിമുഖവും ഉണ്ടായിരിക്കുന്നതാണ്. സ്കിൽ ടെസ്റ്റ് ആവശ്യമായവർക്ക് അത്തരം ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. കേരളത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്നത് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലാണ്. ഇതിലേക്ക് ഒരു അപേക്ഷ ഫീ വരുന്നുണ്ട്. ഫീമെയിൽ സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് ജനറൽ EWS OBC കാൻഡിഡേറ്റ്സിന് 1,500 രൂപയാണ് ഫീ വരുന്നത്. SC/ST PWD കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ് പരീക്ഷാ ഫീ ഉണ്ടായിരിക്കുക. മറ്റ് തസ്തികകളിൽ ജനറൽ EWS OBC വിഭാഗക്കാർക്ക് 1000 രൂപയും SC/ST PWD വിഭാഗക്കാർക്ക് 500 രൂപയുമാണ് ഫീ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം അപേക്ഷിക്കുക. അപ്പോൾ അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 15 ഏപ്രിൽ 2024 വരെയാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.